വെള്ളം ഇറങ്ങിപ്പോകാൻ പാടില്ല. അങ്ങനെ കിടന്നപ്പം ഞങ്ങൾ വിചാരിച്ചു, ഈശോയെ കൈവിട്ട് പോയല്ലോ. എൻ്റെ ഒരു മകൻ എൻ്റെ ഈശോയുടെ അടുത്തേക്ക് പോയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, കർത്താവേ ഇതും അങ്ങനെയാകുമോ? അപ്പം ഞാൻ ഈശോയോട് ഇങ്ങനെ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ വീട്ടിൽ വെറുതെ ഇരിക്കാറില്ല. ഞാൻ പല കാര്യങ്ങൾ, പല ശുശ്രൂഷകൾ, അനാഥ മന്ദിരങ്ങൾ, അതുപോലെ പാവപ്പെട്ടവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ എനിക്ക് എൻ്റെ ശരീരം കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഈശോയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യാറുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥന ബുധനാഴ്ച എനിക്ക് ഉപവാസമാണ്, വെള്ളിയാഴ്ച എനിക്ക് ഉപവാസമാണ്. അപ്പം ഞാൻ ഈശോയുടെ മുമ്പിൽ പോയിരിക്കും 1:30 വരെ. ഈശോയുടെ മുമ്പിലിരുന്ന് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പം ഞാൻ ഈശോയോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഈശോ, ഇവരെൻ്റെ ആശുപത്രിയിലാണ്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ഈശോയെ, ഞാൻ നിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഞാൻ ഈ വിവിധങ്ങളായ ശുശ്രൂഷകൾ നിനക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇതിനേതെങ്കിലും ഒന്ന് നിനക്ക് പ്രീതികരമാണെങ്കിൽ എൻ്റെ മകൻ്റെ ജീവൻ എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ ഉറക്കെ കരഞ്ഞ് ഞാൻ ഈശോയും ഞാനും മാത്രമേ അവിടെ ഉള്ളൂ പള്ളിയിൽ.